പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, മിക്കവന്റെ ആത്മാവ് ഇന്ന് എന്റെ ജനത്തിൽ വെളിപ്പെടാൻ പോവുകയാ. നീ ജോലി ചെയ്യുന്നിടത്ത്, നീ പഠിക്കുന്നിടത്ത്, നീ പോകുന്നിടത്ത്, നീ വരുന്നിടത്ത്, ദൈവം നിന്നെ വെച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥാനങ്ങളിലൊക്കെ മിക്കവന്റെ ആത്മാവ് വെളിപ്പെടുകയോ നിനക്ക് നിന്റെ ലൈഫിൽ വലിയൊരു ഉയർച്ച. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇവനെ ഇങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല, ഇവനെ ഞാനൊരു അധികാരിയാക്കണം, എല്ലാവരെക്കാട്ടിലും മീതെ ഞാൻ ഇവനെ ഉയർത്തും. ഈ വാക്യം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാണ്, ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങൾ നിങ്ങളുടെ നിലവാരം മാറാൻ പോവുക. പ്രൊമോഷൻസ് ജീവിതത്തിൽ വരാൻ പോവുക. നിങ്ങളുടെ സ്ഥിതികൾ മാറാൻ പോവുക. നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോകുകയാ. Come on. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് ഈ വചനത്തെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നുണ്ട്? വിളിച്ചു പറ, ഞാൻ ഇനി ഇതുപോലെ ഈ വർഷം തുടരത്തില്ല. ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് എന്നിൽ മികവിന്റെ അഭിഷേകം വെളിപ്പെടുന്ന മാസമാണ്. മികവിന്റെ അഭിഷേകം. Oh, the anointing for excel. Anointing for excel. മികവിന്റെ അഭിഷേകം. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പറഞ്ഞേ, മികവിന്റെ അഭിഷേകം, മികവിന്റെ അഭിഷേകം. ചേർന്ന് പറഞ്ഞ മികവിന്റെ അഭിഷേകം. ചേർന്ന് പറ, മികവിന്റെ അഭിഷേകം. പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, മക്കളെ, നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക, നീ പോകുന്ന ഈ അഭിഷേകത്തോടായിരിക്കട്ടെ. നീ ആ പരീക്ഷകൾ എഴുതുന്നത് ഈ അഭിഷേകത്തോടുകൂടി ആയിരിക്കട്ടെ. ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നവരോട് പറയട്ടെ, ഈ അഭിഷേകത്തോടായിരിക്കട്ടെ നിങ്ങളെ ഇന്റർവ്യൂവിന്റെ മുൻപിൽ പോയി നിൽക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നോടൊപ്പം ഇന്റർവ്യൂ ചെയ്യുന്നവരെക്കാൾ 10 അല്ല 100 മടങ്ങ് ബെറ്റർ എന്ന്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇത് ചുമ്മാതുള്ള മെസ്സേജ് അല്ല, ദൈവാത്മാവ് സംസാരിക്കുക. ഏറ്റെടുക്ക. ഇന്ന് പരിശുദ്ധ നീ പണിയാൻ പോകുന്ന ആ വീട്ടിൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ദൈവത്തിന്റെ മികവ് വെളിപ്പെട്ട് വരും. നീ മേടിക്കാൻ പോകുന്ന വാഹനത്തിൽ, ആ വസ്തുവിൽ, നിന്റെ മോടെ വിവാഹത്തിൽ, നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിൽ നീ കൈവെക്കുന്ന സകലത്തിന്റെ മേൽ ദൈവത്തിന്റെ എക്സലൻസി, ദൈവത്തിന്റെ മികവ് സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറാണ്? നിങ്ങൾ ഏത് സ്ഥലത്തായിക്കോട്ടെ, ഇന്ന് പകൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തിന്റെ മികവ് ഏറ്റെടുക്കാൻ, ദൈവത്തിന്റെ മികവ് സ്വീകരിക്കാൻ. Come on. ലെവല് മാറിയ. ഇന്നലെ കണ്ടവർ നിന്നെ കണ്ട് അത്ഭുതപ്പെടും. ഇന്നലകളിൽ നിന്റെ ദയനീയ അവസ്ഥ കണ്ടവർ, ഇന്നലകളിൽ നിന്റെ പരാജയം കണ്ടവർ, ഇന്നലെ നിന്റെ തോൽവി കണ്ടവർ, ഇന്നലെ നിന്റെ നിലവിളി കേട്ടവർ, ഇന്നലെ നിന്റെ വിധി, ഇത് നിന്റെ വിധിയാന്ന് പറഞ്ഞവർ, നിന്നിൽ ദൈവത്തിന്റെ മികവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ മികവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരാം. 2 പത്രോസിന്റെ ലേഖനം 1:3. 2 പത്രോസിന്റെ ലേഖനം 1:3 വേഗത്തിലെടുക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. 2 Peter chapter 1 verse 3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവൻ. ആംപ്ലിഫൈഡ് ബൈബിൾ ക്ലാസിക് എഡിഷൻ പറയുന്നത്, who has called us by and to his own glory and excellence. ഈ മികവ് നമുക്കുള്ളതാ. നമ്മളെ എക്സലൻസ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സൽ ആവും. കാരണം നമ്മുടെ മേലുള്ള വിളിയതാ. നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയാ. അതാണ് പത്രോസ് പറയുന്നത്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, അവന്റെ വീര്യത്തിന് വേണ്ടി. ഇംഗ്ലീഷ് ബൈബിളാണ് വായിക്കുമ്പോൾ വ്യക്തമാകും. who called us by and to his own glory and excellence.
ആമേൻ. ദൈവം എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ മികവിലേക്ക് എന്നെ എത്തിക്കാനാണ്. ആമേൻ. ദൈവത്തിൻ്റെ എക്സലൻസ് എന്നിൽ വെളിപ്പെടുത്താനാ, ദൈവത്തിൻ്റെ ഗ്ലോറി എന്നിൽ വെളിപ്പെടുത്താനാ. എത്ര പേര് ആമേൻ പറയുക? എത്ര പേര് അത് സ്വീകരിച്ച് ഏറ്റെടുക്കും? വിശ്വാസത്തോടെ എത്ര പേര് അത് ഏറ്റെടുക്കും? ദൈവത്തിൻ്റെ എക്സലൻസിലേക്ക്, ദൈവത്തിൻ്റെ മികവിലേക്ക് ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ കൈ പിടിച്ചുയർത്തുന്ന വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നവരുടെ നിലവാരം മാറും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവവചനം ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ അതൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ, അവരുടെ ചിത്രം മാറിയിട്ടുണ്ട്, അവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്, അവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ഗാഡ്. അവിടെ എന്താ? ജീവനും ഭക്തിക്കും, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ദൈവം തൻ്റെ ഗ്ലോറിയിലേക്കും തൻ്റെ എക്സലൻസിലേക്ക് ദൈവം നമ്മളെ നടത്തും. അതിന്റെ 4ാം വാക്യം ഒന്ന് വായിച്ചു. 4ാം വാക്യം. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 3ന്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ്: ദൈവം for his divine power has bestowed upon us all things, lavishly given to us, lavished upon us. TPT Passion Translation പറയുന്നത് ഇങ്ങനെയാണ്: lavished, deposited in us by his divine power, for all this was lavished upon us. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ, പ്രൈസ് ഗാഡ്, ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ ആക്കിയതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്നെ നിന്നെയും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ദൈവത്തിൻ്റെ മികവിലേക്കും നടത്തേണ്ടതിനാ. To raise us to the level of his glory and his excellence. Praise God. എത്രയൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്? Hallelujah. ചേർന്ന് പറഞ്ഞേ Amen. I'm born again with the spirit of excellency. ആമേൻ. മികവിൻ്റെ ആത്മാവിൽ അത്രേ ഞാൻ ജനിച്ചിരിക്കുന്നത്. കേട്ടില്ല? ശബ്ദമുയർത്തി പറഞ്ഞേ, I'm born again with the spirit of excellency. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് മികവിൻ്റെ ആത്മാവിനാലാണ്. Hallelujah. Not with a spirit of inferiority or mediocrity. എന്ന് പറഞ്ഞാൽ ആമേൻ, അപക്ഷബോധമോ തോൽവിയെക്കുറിച്ചുള്ള ചിന്തയോ ഇതുകൊണ്ടൊന്നല്ല, മറിച്ച് ആമേൻ ദൈവത്തിൻ്റെ മികവ് അനുഭവിക്കാനുള്ള ആത്മാവിനെ ദൈവൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ ഇടത്തരം. പറഞ്ഞ ഇടത്തരം. ഹലോ, എല്ലാവരും ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചാൽ അടുത്ത ആളോട്, യു ഡു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? എന്തെങ്കിലും പിടികിട്ടിയോ? ഇന്ന് പകൽ പറയട്ടെ, നിന്റെ ഇടത്തര ജീവിതം മാറാൻ പോവാ. ഇനി നീ ഇടത്തരമായ ഒരു ജീവിതം നയിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓ കമോൺ. ദൈവത്തിൻ്റെ എക്സലൻസിയിലേക്ക്, ആ മഹത്വത്തിലേക്ക് ദൈവത്തിന് ഉയർത്താൻ പോവാ. ആവറേജ് എന്നുള്ള പദം സ്വർഗം അങ്ങ് വെട്ടിക്കളയാണ്. യു ആർ നോട്ട് ആൻ ആവറേജ് പേഴ്സൺ. നീ ഒരു ആവറേജ് ആയുള്ളൊരു വ്യക്തിയല്ല. നീ ഒരു ഇടത്തരം ജീവിക്കൊണ്ടൊരു വ്യക്തിയല്ല. ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? അവർ ഈ ദിവസങ്ങൾ അനുഭവിക്കും. 2024 തീരുന്നതിന് മുൻപ് തന്നെ നിന്റെ സ്ഥിതി മാറിയിരിക്കും, നിന്റെ അവസ്ഥ മാറിയിരിക്കും. ആമേൻ. ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ഓ ഞാനൊരു പരാജിതനാണ്, എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്, ഞാനൊരു വേദനയാണ്, എൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ ഉഴപ്പിപ്പോയി, എനിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ഉള്ളിൽ ദൈവം പകർന്ന അഭിഷേകം,
ആ അഭിഷേകം മികവിന്റെ അഭിഷേകമാ. ഇത് സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. യു ആർ നോട്ട് എ ലൂസർ അഗൈൻ. ഇനി നീ ഒരു പരാജിതനല്ല, ഇനി നീ ഒരു തോൽവിയല്ല, ഇനി നീ ഒരു ഭാരവേദനമല്ല. Hallelujah. Amen. God has anointed you with the spirit of excellence. ദൈവത്തിന്റെ മികവിന്റെ അഭിഷേകത്താൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ ഇനി നിനക്ക് പരാജയമായി കിടക്കാൻ പറ്റത്തില്ല, ഇനി തോൽവിയിൽ കിടക്കാൻ പറ്റത്തില്ല, ഇനി ഒരു ആവറേജായി ജീവിക്കാൻ പറ്റത്തില്ല, തകർന്നു കിടക്കാൻ പറ്റത്തില്ല, പരാജയപ്പെട്ട് കിടക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു എക്സൽ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ വിജയിച്ചേ പറ്റൂ, ജീവിതത്തിൽ കയറി വന്നേ പറ്റൂ, ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടേ പറ്റൂ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. സ്ഥിതി എന്തു ആയിക്കോട്ടെ, ഇന്ന് പകൽ ഇവിടുന്ന് പോകുമ്പോൾ ജീവിതം മാറിയിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ജീവിതം മാറിയിരിക്കും. ദൈവത്തിന്റെ എക്സലൻസിന്റെ അനോയിന്റിങ് നിന്റെ മേൽ ഇന്ന് വെളിപ്പെടും. അതങ്ങോട്ട് വെളിപ്പെടും. മികവിന്റെ ആത്മാവ് നീ പോകുന്നിടത്തെല്ലാം ആ ആത്മാവ് വെളിപ്പെടും. നിന്റെ ഒപ്പം നിൽക്കുന്നവരത് തിരിച്ചറിയും. നിനക്ക് നിന്നെ ജോലിക്ക് എടുത്തവരത് തിരിച്ചറിയും. നിനക്ക് ജോലി തന്നവരത് തിരിച്ചറിയും. അവരൊരു കാര്യം മനസ്സിലാക്കും, പ്രൈസ് ഗാഡ്, ഈ സീറ്റിലുള്ള നിന്റെ ഇരിപ്പ് സമയം കഴിഞ്ഞു ഒരു പ്രമോഷൻ കൊണ്ട് തരും. കർത്താവ് പറയാ, ഒരു പ്രമോഷൻ വരാൻ പോവാ. ചിന്തിക്കുക, ഇത് എങ്ങനെ വരും, ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ പേടിക്കണ്ട. പ്രൈസ് ഗാഡ്, സ്തോത്രം. നിന്റെ മിടുക്കിന് അവസ്ഥയിലല്ല, നിന്റെ മിടുക്കോ നിന്റെ കഴിവോ നിന്റെ പ്രാപ്തിയോ നിന്റെ സർട്ടിഫിക്കറ്റോ കയ്യിൽ നീ എടുത്ത കോഴ്സുകളുടെ ബലത്തിലല്ല, മറിച്ച് നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഒരു പ്രമോഷൻ. How many of you are believing it? എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവനോട് പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവേ, എനിക്കതിനുള്ള പ്രാപ്തിയില്ല, എനിക്കതിനുള്ള മിടുക്കില്ല, അതിനുള്ള പഠിത്തം എനിക്കില്ല, എനിക്കൊരു ഡിഗ്രി ഇല്ല, എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മക്കളെ, ഞാൻ പറയട്ടെ, ഇതൊന്നും ഇല്ലെങ്കിലും നീ പേടിക്കണ്ട. ഇതിലൊക്കെ ശ്രേഷ്ഠമായ ഒന്ന്, ഇതിലൊക്കെ ഉന്നതമായ ഒന്ന് സ്വർഗം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. Come on. അർഹതയില്ല എന്ന് തോന്നിക്കുന്നിടത്ത് ഈ ദിവസങ്ങളിൽ ചില വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുക. ദൈവം ചില ദൂതുകൾ പറയുക. ഞാൻ കാണുന്നു ചില വ്യക്തികൾ ചില ഉന്നത ഓഫീസുകളിലേക്ക് പ്രവേശിക്കാൻ പോവുക, ചില ഉന്നത സീറ്റുകളിൽ ഇരിക്കാൻ പോവുക. യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ചിലയിടത്ത് സ്വർഗം നിന്നെ മാനിച്ചിരുത്തും, ദൈവം നിന്നെ ഉയർത്തിയിരുത്തും. ഹല്ലേലൂയ. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് സാധാരണ ഒരു ആത്മാവല്ല. ആമേൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് മികവിന്റെ ആത്മാവാകയാൽ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. Come on. വിപിനെ ഏറ്റെടുത്തോ. പ്രൈസ് ഗാഡ്. ഇനി ചെറിയ തസ്തികളിലൊന്നും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആർക്കും ചെറിയ ശമ്പളത്തിൽ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ചെറിയ പോസ്റ്റിൽ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. സാംസൺ വിശ്വസിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സമയത്ത് ഞാനൊരു സാക്ഷ്യം കേട്ടെന്ന് ഓർമ്മയുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കാൻ സാക്ഷ്യം പറയാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നൊരു ജോലി, ഇന്നൊരു പോസ്റ്റിലേക്ക് എനിക്ക് ജോലി കിട്ടി. അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി എങ്ങനെ ജോലി കിട്ടിയെന്ന്. കാരണം ആമേൻ, അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടില്ല, ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ HR ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഇന്ന ദിവസം ഇന്റർവ്യൂവിന് കടന്നു വരണം. ഞെട്ടിപ്പോയി, ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ നിങ്ങളുടെ CV ഞങ്ങളുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. അർഹതയില്ലാത്തടത്ത് നിനക്ക് വേണ്ട യോഗ്യത നൽകി നിന്നെ ഇരുത്തുന്ന ഒരു ദൈവം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കാണുന്നു വലിയ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും ഈ ദിവസങ്ങളിൽ.
ഈ മാസങ്ങളിൽ തുറക്കും. Come on. നിന്നിൽ ആമേൻ അഭിഷേകം വെളിപ്പെടുമ്പോൾ, മികവന്റെ ആത്മാവിനുള്ള അഭിഷേകം വെളിപ്പെടുമ്പോൾ, മികച്ച സ്ഥാനങ്ങളിലേക്ക്, മികച്ച പൊസിഷനിലേക്ക്, മികച്ച ഇടങ്ങളിലേക്ക് നിന്റെ മുൻപിൽ വാതിലുകൾ തുറന്നു വരും. ഫിലിപ്പിയ ലേഖനം 4:8 വായിക്കുമ്പോൾ പൗലോസ് എന്താണ് നമ്മൾ ഉപദേശിക്കുന്നത്? നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഒടുവിൽ സഹോദരന്മാരെ, ഇംഗ്ലീഷ് ആംപ്ലിഫൈഡ് വേർഷൻ ഇങ്ങനെ പറയുന്നത്, whatever is true, whatever is honorable and worthy of respect, whatever is right and confirmed by God's word, whatever is pure and wholesome, whatever is lovely and brings peace, whatever is admirable of good repute, if there is any excellence, if there is anything worthy of praise, think continually on these things. Think continually എന്ന് പറഞ്ഞാൽ മികവായതിനെ, മേൽത്തരമായതിനെ, ഉന്നതമായതിനെ, മഹത്വമായതിനെ ചിന്തിക്കുക, അതിനെ ധ്യാനിക്കുക. വീണ്ടും ആംപ്ലിഫൈഡ് വേർഷൻ അതിനെക്കുറിച്ച് അവസാന ഭാഗം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്: സെന്റർ യുവർ മൈൻഡ് ഓൺ ദം. നിന്റെ ചിന്തയെ അതിലേക്ക് കൊണ്ടുവരിക, നിന്റെ ചിന്തയെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിന്റെ ചിന്തയെ അതിൽ ഏകാഗ്രതപ്പെടുത്തുക. സെന്റർ യുവർ മൈൻഡ് ഓൺ ദം ആൻഡ് ഇംപ്ലാന്റ് ദം ഇൻ യുവർ ഹാർട്ട്. അതിനെ നിന്റെ ഹൃദയത്തിൽ നീ സ്ഥാപിക്കുക, നടുക. വാവ്, എത്രയ്ക്ക് സന്തോഷമുണ്ട്! ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മികച്ചതിനെ സ്വപ്നം കാണുക, മികച്ചതിനെ ദർശനത്തിൽ കാണുക, മികച്ചതിന് വേണ്ടി ആഗ്രഹിക്കുക. ഇതാണ് പൗലോസ് പറയുന്നത്. മികച്ചതിന് വേണ്ടി ആഗ്രഹിക്കാൻ, മികച്ചതിന് വേണ്ടി ചോദിക്കുക, മികച്ചത്, ഏറ്റവും മികച്ചത് നിന്റെ ഉള്ളിൽ ഇടുക. ഹല്ലേലൂയ! എത്രയ്ക്ക് സന്തോഷമുണ്ട്! അയ്യോ, ഞാനിനി എൻ്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ അവസാനിക്കുമ്പോൾ നോ, അതൊക്കെ വിട്ടിട്ട് ഏറ്റവും നല്ലൊരു ഭാവി നീ സ്വപ്നം കാണുക. ഏറ്റവും മികച്ച ഒരു കുടുംബ ജീവിതത്തെ നീ സ്വപ്നം കാണുക. ഏറ്റവും മികച്ച ഒരു ജോലിയെ നീ സ്വപ്നം കാണുക. ഏറ്റവും മികച്ച ഒരു ബിസിനസ്സിനെ നീ സ്വപ്നം കാണുക. ഏറ്റവും മികച്ച ശുശ്രൂഷയെ നീ സ്വപ്നം കാണുക. ആമേൻ, 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 ആമേൻ. ശലോമോൻ രാജാവിന്റെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന സകല രാജാക്കന്മാരെക്കാട്ടിലും മികച്ചവനായവൻ മാറിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ഏറ്റവും മികച്ചത് നിന്നെ ഏൽപ്പിക്കുവാൻ, നിന്റെ കയ്യിൽ തരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. കേട്ടില്ല. ശക്തിയോടെ. ചിലരൊക്കെ വളരെ അലസരായി ബാക്കിലിരിക്കും. ഞാൻ പറയട്ടെ, ഈ കേൾക്കുന്ന വചനം ദൈവത്തിൽ നിന്നുള്ളതാണ്. നീ ഏറ്റെടുത്താൽ ഈ വചനം നിന്റെ ലൈഫിൽ വെളിപ്പെടും. അത് നിനക്കൊരു അനുഗ്രഹമാകും. നിന്റെ ജീവിത നിലവാരത്തെ അത് മാറ്റും. Come on. ഏറ്റവും മികച്ചത് ആമേൻ പറ. നല്ലൊരു കുടുംബജീവിതം നീ സ്വപ്നം കാണുക. ഇന്ന് പിശാച് നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്നെങ്കിൽ, ഈ പിശാചിന്റെ പോരാട്ടം നിന്റെ കുടുംബത്തിനെതിരെ ഉണ്ടെങ്കിൽ, അനവധി അസ്വസ്ഥതകളിലൂടെ നിന്റെ കുടുംബജീവിതം പോകുന്നെങ്കിൽ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ആത്മാവ് വെളിപ്പെടുകയാ, അഭിഷേകം വെളിപ്പെടുകയാ, മികവന്റെ ആത്മാവ് നിന്നിൽ വെളിപ്പെടുകയാ. ഒരു മികച്ച കുടുംബ ജീവിതം, ഒരു മികച്ച ജീവിത നിലവാരം, നിന്റെ തലമുറക്ക് ഒരു മികച്ച ഭാവി.
ആമേൻ. എക്സൽ ആയിട്ടുള്ളത്, മികച്ചത്. ഓ കം ഓൺ, വിശ്വസിക്കുക, ഏറ്റെടുക്കുക. കം ഓൺ. മികവ് വെളിപ്പെടാൻ പോവുക. മികച്ചത്, മികച്ച ജോലി, മികച്ച ജോലി, മികച്ച ജോലി, മേൽത്തരമായത്, ശ്രേഷ്ഠമായത് നിന്നിലേക്ക് കടന്നു വരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ തലമുറയിലേക്ക് കടന്നു വരും. പ്രൈസ് ഗാഡ്. ഇതൊക്കെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ കാതുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നിലവാരങ്ങൾ മാറും. ആമേൻ. കാരണം നമ്മുടെ മേലുള്ള വിളി വേറൊന്നുണ്ട്. 1 പത്രോസ് 2:9 വരാം. 1 പത്രോസ് 2:9 അറിയുന്ന വാക്യമാ, എങ്കിലും ഒന്ന് വായിക്കുക. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ, നിന്നെ വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ, എക്സലെ മഹത്വത്തെ വിളിച്ചു പറയുവാൻ, ഘോഷിപ്പാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. എത്രക്ക് സന്തോഷമുണ്ട്. എനിക്ക് മികച്ചത് കിട്ടും, ഞാൻ മികച്ചത് അനുഭവിക്കാം. കാരണം എൻ്റെ ദൈവത്തിന് ഉയർത്താനുള്ളതാ ഞാൻ. ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താനുള്ളതാ. എൻ്റെ തലമുറയ്ക്കൊരു മികച്ച ഭാവിയുണ്ട്, എനിക്കൊരു മികച്ച ജീവിതമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ ഉയർത്താനുള്ളതാ. Come on. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. കൊയർ സ്റ്റേജിലോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. മികച്ചത്, എല്ലാവരും പറഞ്ഞ് മികച്ചത്. യേശു കർത്താവ് ചെയ്ത സകല പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മികവ് കാണാം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത കാണാം, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും. ആമേൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വാക്യങ്ങളിൽ, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവരെ ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾക്ക് തുറക്കും, മുട്ടിയാ തുറക്കും. 9-ാം വാക്യം തൊട്ട്. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു. പറഞ്ഞേ, ചോദിച്ചാൽ ലഭിക്കും. ചോദിക്കാത്തത് കൊണ്ടാ കിട്ടാത്തത്. പറഞ്ഞേ, ചോദിക്കാത്തത് കൊണ്ടാ കിട്ടാത്തത്, ആഗ്രഹിക്കാത്തത് കൊണ്ടാ കിട്ടാത്തത്, ചിന്തിക്കാത്തത് കൊണ്ടാ കിട്ടാത്തത്, സ്വപ്നം കാണാത്തത് കൊണ്ടാ കിട്ടാത്തത്. ആമേൻ. ചോദിച്ചാൽ കിട്ടും. ഓക്കെ, അടുത്തത്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, അന്വേഷിച്ചവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കും. നിങ്ങളുടെ മകൻ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കും. If your son asks for bread, will you give him a stone? No, ഇല്ല. പിന്നെന്താ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? If he asks for a fish, will you give him a serpent or snake? No. നീ ശ്രദ്ധിക്കണം വാക്യം. 11-ാം വാക്യം ശ്രദ്ധിച്ചേ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു. നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം, നന്മ എത്രയധികം. How much more will your Father who is in heaven give good things to those who ask him? ആമേൻ. ഞാൻ എൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ഒരു 500 രൂപ ചോദിച്ചാൽ ഞാൻ അവന് 1000 രൂപ ഇട്ട് കൊടുക്കാം. കാരണം ഞാനൊരു അപ്പനാ. ആമേൻ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാതാപിതാക്കളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ടാണ് പലരും ദീർഘനാളുകൾക്ക് ഗൾഫിലും പലയിടങ്ങളിൽ പോയി കുടുംബം വിട്ട് വീട് വിട്ടൊക്കെ പോയി കഷ്ടപ്പെട്ടതിൻ്റെ കാരണം മക്കൾക്ക് നല്ലത് കൊടുക്കേണ്ടതിനാണ്, നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിനാണ്.
അല്ലെ? നല്ല ആഹാരം കൊടുക്കേണ്ടതിന്, നല്ല വസ്ത്രങ്ങൾ കൊടുക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്. ഇപ്പം ഭൂമിയിലുള്ള മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് നല്ലത് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, സ്തോത്രം, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്ര അധികം. അതിന്റെ അർത്ഥം ഏറ്റവും മികച്ചത് ഭൂമിയിലെ നിന്റെ മാതാപിതാക്കൾക്ക് തരാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം, നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ കൂട്ടുകാർക്ക്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് തരാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം മികച്ചത് 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 നിനക്ക് തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മെസ്സേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഇത് 1ാം ഭാഗമാണ്. ഇനി 2, 3 ഭാഗമായി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എബ്രഹാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. ഇനിയും എബ്രഹാമിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് വരണം എന്ന് കുറെ കൂടെ ആളുകൾ, കുറെ കൂടെ 2-3 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് എത്താം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന റിവൈൽ മീറ്റിംഗ് ആ ഭാഗം എടുക്കും. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരിക. ലൂക്കോസിന്റെ സുവിശേഷം 15:22. ലൂക്കോസ് 15:22. ഇവിടെ മുടിനായ പുത്രൻ തൻ്റെ അപ്പൻ്റെ സ്വത്തുവകളെല്ലാം കൊണ്ട്, അവന് കിട്ടിയ ഷെയർ എല്ലാം കൊണ്ട് നശിപ്പിച്ച് എല്ലാം കളഞ്ഞിട്ട് അവസാനം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. നമുക്ക് ആ കഥ അറിയാം. വരുമ്പോൾ അപ്പൻ മുഴു ഹൃദയത്തോടെ മകനെ സ്വീകരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടും എല്ലാം കൊണ്ടും നഷ്ടപ്പെടുത്തിയിട്ട് വന്നിട്ടും ഒരു കുറ്റം പോലും പറയാതെ അവനെ 2 കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ അപ്പൻ മകന് കൊടുത്തത് എന്താ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 22ാം വാക്യം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന്. കണ്ടോ, വേഗം മേൽത്തരമായ അങ്കി. പറഞ്ഞേ, മേൽത്തരമായത്. But the father said to his servants, bring out the best robe and put it on him. മേൽത്തരമായ അങ്കി. പറഞ്ഞേ, മേൽത്തരമായത്. ആമേൻ. എൻ്റെ ദൈവം എനിക്ക് മേൽത്തരമായത് തരുന്നേ. വിശ്വസിക്കാൻ പറ്റുമോ? മേൽത്തരമായ അനുഭവങ്ങൾ, മേൽത്തരമായ അവസ്ഥകൾ, മേൽത്തരമായ അങ്കി. പറഞ്ഞ ദ ബെസ്റ്റ്, ദ എക്സലന്റ് വൺ. പറഞ്ഞ് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. അങ്ങോട്ട് കൈ കൊടുത്ത്, അടുത്തുള്ള കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എൻ്റെ അപ്പൻ എനിക്ക് ഏറ്റവും മേൽത്തരമായത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആമേൻ. ഇത് സന്തോഷമുണ്ട്. പിന്നെന്താ കൊടുത്തത്? വായിച്ചേ. അവനെ ധരിപ്പിച്ച് അവന്റെ കൈക്ക് എന്തിട്ടു? വായിച്ചേ. ഇവന്റെ കൈക്ക് മോതിരവും. ഇവന്റെ കൈക്ക് മോതിരം. യേശു പറയാ, യേശു ഉപമയെ കൂടെ പറയുന്നു. അവന്റെ കൈക്ക് മോതിരം ഇട്ടു, റിംഗ് ഇട്ടു. പിന്നെ കാലിന് ചെരുപ്പും ഇടുവേൻ. കാലിന് ചെരുപ്പും ഇടുവേൻ. അടുത്ത വാക്യം. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന്. 23ാം വാക്യമാണ്. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ആർപ്പിടുവേൻ. ആർപ്പി, നാം തിന്ന് ആനന്ദിക്കുക. കണ്ടോ, തിരിച്ചു വന്നപ്പോ ആമേൻ, അവനെ വഴക്ക് പറഞ്ഞില്ല, അവനെ ആട്ടി പുറത്താക്കിയില്ല, നശിച്ചവനെ എന്ന് പറഞ്ഞില്ല, നീ എല്ലാം കൊണ്ട് മുടിച്ചിട്ട് വന്നില്ലേ എന്ന് പറഞ്ഞില്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞില്ല. മറിച്ച് പ്രൈസ് ഗോഡ്, 2 കരങ്ങളും നീട്ടി അവനെ സ്വീകരിച്ചിട്ട് ഏറ്റവും മേൽത്തരമായത് ഏറ്റവും മേൽത്തരമായത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. Come on. That is my father. അതാണ് എൻ്റെ അപ്പൻ, അതാണ് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ, അതാണ് എൻ്റെ ദൈവം. എൻ്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, സുന്ദരൻ എത്ര ശ്രേഷ്ഠനും എനിക്കെത്ര ശ്രേഷ്ഠ രാജാവും എത്ര സുന്ദരൻ
എത്ര ശ്രേഷ്ഠനും നീ, എനിക്കെത്ര ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. മേൽത്തരമായ, എല്ലാവരും പറഞ്ഞ മേൽത്തരമായ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം യൂട്യൂബിലൂടെ എന്നെ വാച്ച് ചെയ്യുന്നവരുണ്ട്, സൂമിലൂടെ എന്നെ വാച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിനടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും എങ്ങനെ നമുക്ക് ഈ മേൽത്തരമായത് അനുഭവിക്കാനായിട്ട് സാധിക്കും. How can you have what is best in God for you? ദൈവത്തിലുള്ള മേൽത്തരമായത് നിനക്ക് വേണ്ടി എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ സമയം നമ്മൾ ഓഫറിംഗ് എടുക്കാനായി പോവുകയാണ്. സ്ക്രീനിൽ സാധിക്കുമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഇടാം. ഗൂഗിൾ പേ, ഫോൺ പേ, ഈ സംവിധാനങ്ങൾ സ്ക്രീനിൽ കാണിച്ചാൽ യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും, ഫേസ്ബുക്കിലൂടെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർക്കിതിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുമല്ലോ. ആമേൻ. അതോടൊപ്പം തന്നെ നമ്മുടെ പല ബിലീവേഴ്സും പല രാജ്യങ്ങളിൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കും അതൊരു സൗകര്യമായിരിക്കും ഓഫറിങ്സ് ഇടാനായി. ഈ സമയം നമ്മൾ ആ സ്തോത്രകാഴ്ച ഒന്ന് കരങ്ങളിലേക്ക് എടുത്ത് ഞാൻ നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവാം. നിങ്ങളുടെ നിലവാരങ്ങൾ മാറാൻ പോവുക. ആ സമയത്ത് കൊയർ മനോഹരമായ ഒരു പാട്ട് ശക്തമായി പാടുമ്പോൾ കരങ്ങളടിച്ച് അവരോട് ചേർന്ന് പാടി സന്തോഷത്തോടെ നമ്മൾ ഓഫറിംഗ് ഇടാൻ പോവുക. എത്രക്ക് സന്തോഷമുണ്ട്. ആമേൻ. വചനം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ അമർത്തി കുലുക്കി കവിയുന്ന നന്മകൾ. കൊടുക്കുന്നവനൊക്കെ ദൈവം മേൽത്തരമായത് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. മേൽത്തരമായത്, എല്ലാവരും പറഞ്ഞേ മേൽത്തരമായത്, ശ്രേഷ്ഠമായത്, ഉന്നതമായത് ദൈവം പകരാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് എത്ര പേര് ഏറ്റെടുത്തു? ദൂത് എത്ര പേര് ഏറ്റെടുത്തു? എന്നിൽ മികവിന്റെ ആത്മാവ് വെളിപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ്, എന്നിൽ മികവിന്റെ ആത്മാവ്. എന്നിൽ വസിക്കുന്നത് മികവന്റെ ആത്മാവാണ്. എനിക്കിനി ഇടത്തരമായി ജീവിക്കാൻ സാധിക്കത്തില്ല. എനിക്ക് ആവറേജായി നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിനി താഴാൻ പറ്റത്തില്ല. പരാജയത്തിൽ കിടക്കാൻ പറ്റത്തില്ല. ക്ഷീണിതനായി ഇരിക്കാൻ പറ്റത്തില്ല. തോൽവിയായി ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം മേൽത്തരമായ, ആമേൻ, ദ സ്പിരിറ്റ് ഓഫ് എക്സലന്റ് ആത്മാവൻ, എക്സലന്റിന്റെ ആത്മാവ് എന്നെ എക്സൽ ചെയ്യുന്ന, ആമേൻ. എത്രക്ക് വിശ്വാസമുണ്ടത്? കർത്താവ് ഈ ഓഫറിങ്സിനെയൊക്കെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. സാമ്പത്തിക മേഖലയിൽ ഒരു മികവിലേക്ക് ദൈവരെ എത്തിക്കണമേ. ഒരു മികച്ചത് ജീവിത നിലവാരം, മികച്ചൊരു സാമ്പത്തിക ജീവിത നിലവാരം യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ഓൺലൈനിലൊക്കെ വാച്ച് ചെയ്യുന്നവരോട് പറയട്ടെ, മികച്ചൊരു സാമ്പത്തിക നിലവാരത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോവുക. ആ കടങ്ങൾ മാറുകയാ, ആ സാമ്പത്തിക ബാധ്യതകൾ മാറുകയാ, ആ ബുദ്ധിമുട്ടുകൾ മാറുകയാ, ആ ഞെരുക്കങ്ങൾ മാറുകയാ. യേശുവിന്റെ നാമത്തിൽ ശ്രേഷ്ഠമായ വഴികൾ, ഉന്നതമായ വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. എല്ലാ കടങ്ങളും മാറട്ടെ, എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ സാമ്പത്തിക നിലവാരങ്ങൾ ഉയരട്ടെ, ജോലികൾ ലഭിക്കട്ടെ, വരുമാനം വർദ്ധിക്കട്ടെ, പ്രൊമോഷൻസ് ലഭിക്കട്ടെ, സാലറി ഇൻക്രിമെന്റ് ഉണ്ടാകട്ടെ, സാലറി വർധന ഉണ്ടാകട്ടെ, ഉയർന്ന പൊസിഷനിലേക്ക്. ആമേൻ. ദൈവാത്മ പ്രവചിച്ചതുപോലെ അർഹതയില്ലാത്ത ചിലയിടങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വഴികൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സഭ ചേർന്നാമേ. പോകരുത്. പാട്ട് പാടിയതിനു ശേഷം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അസാധാരണമായ ഹീലിംഗ്സ് ഇന്ന് നടക്കും. പ്രൈസ് ഗോഡ്. സമയം കൊയർ ചേർന്നൊരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഓഫറിംഗ് എടുക്കാവുന്നതാണ്. ചെയ്തവൻ വാക്കുമാറുമോ?
ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കു മാറുകില്ല. യേശു വാക്കു മാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ നേരെ ഉയർന്നാലും ഉച്ചവപ്പോഴും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ നേരെ ഉയർന്നാലും ഉച്ചവപ്പോഴും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. വാക്കു മാറുകില്ല. പ്രതികൂല കാറ്റന്മേലാളി ചിരിയും എന്റെ ഉള്ളം കലങ്ങിയിടും. ഒരിക്കലും ഉയരില്ല എന്ന് വിളിച്ച് ഏവരും മാറിയിടും. പ്രതികൂല കാറ്റന്മേലാടി ചിരികളും എന്റെ ഉള്ളം കലങ്ങിയിടും. ഒരിക്കലും ഉയരില്ല എന്ന് വിളിച്ച് ഏവരും മാറിയിടും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കു മാറുകില്ല. യേശു വാക്കു മാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കു മാറുകില്ല. യേശു വാക്കു മാറുകില്ല. Hallelujah. കരങ്ങൾ ഉയർത്തി hallelujah. Great and precious promises. 2 പത്രോസ് 1:4 അവൻ അവയാൽ വിലയേറിയതും വിശിഷ്ടമായ വാഗ്ദത്തങ്ങൾ. എന്തിന് ഈ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ മേൽത്തരമായത്. ആമേൻ. ദൈവത്തിന്റെ മികവിലേക്ക്, ദൈവത്തിന്റെ എക്സലൻസിലേക്ക്, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നിന്നെ നടത്താനാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. രോഗികളായിട്ടുള്ളവരെല്ലാം രോഗമുള്ള ഭാഗങ്ങളിൽ കഴങ്ങൾ വെച്ചായിട്ട് ഒന്നിലധികം അസ്വസ്ഥത തലയിലൊന്ന് കൈവച്ച് കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങട്ടെ. Those who are watching me through YouTube right now, സൂമിലൂടെ വാച്ച് ചെയ്യുന്നവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. സൗഖ്യം വ്യാപരിക്കുക. നാളുകളായുള്ള ചില തലവേദനകൾ, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരിക. തലവേദന വന്നു കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അവസ്ഥ, അതൊക്കെ മാറുകയാണ്. കാഴ്ചക്കുറവുകൾ, കേൾവിക്കുറവുകൾ, ആമേൻ, എല്ലാം മാറട്ടെ. മുടിപ്പൊഴിച്ചിലുകൾ, ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ തടസ്സങ്ങൾ, ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള വേദനകൾ, നീരുകൾ, സ്വെല്ലിങ്ങുകൾ, നാളുകളായുള്ള പനിയുടെ ഭാരം, ചുമയുടെ ഭാരം, കമോൺ, സൗഖ്യം പ്രാപിക്കുക. Be healed, be healed, be healed, be healed. എല്ലാവരും വിശ്വാസത്തോടെ കൈവച്ചേ. ചർച്ചിലുള്ള എല്ലാവരും വിശ്വാസത്തോടെ കൈവച്ചേ. കർത്താവ് നിങ്ങളെ തൊടുകയാ. Be healed in Jesus' name. നെഞ്ചിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, വേദനകൾ, acidity problem, acidity,
നെർവസ് സിസ്റ്റമായി കണക്റ്റഡായ രോഗങ്ങൾ, രക്തമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ അഴിയുന്നു. പാരമ്പര്യ ശാപങ്ങൾ അഴിഞ്ഞു പോകുന്നു. പാരമ്പര്യമേ വന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ അഴിക്കുന്നു. നാളുകളായുള്ള വയറുവേദനകൾ മാറിപ്പോകട്ടെ. എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എല്ലാം അഴിയട്ടെ. ആ കൈവശങ്ങളൊക്കെ അഴിഞ്ഞു പോകും. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ആമേൻ. എല്ലാം അഴിഞ്ഞു പോകും. എല്ലാ കൈവശങ്ങളും അതിന്റെ അസ്വസ്ഥതകളും അകത്തു വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്, നാളുകളായി ബന്ധിച്ചിരിക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. തലയിടമുള്ള മന്ദതകൾ മാറട്ടെ, ആ കെട്ടുകൾ അഴിയട്ടെ, തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ മാറട്ടെ, തൈറോയിഡിന്റെ അസ്വസ്ഥതകൾ മാറട്ടെ, അസ്ഥിവേദനകൾ മാറട്ടെ. കഴപ്പുകൾ, ശരീരത്തിന്റെ ജോയിന്റ്സിലുള്ള വേദനകൾ, കഴുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Be healed, be healed, be healed, be healed. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. മക്കൾക്ക് we are victorious, ഞങ്ങൾ ജയാളികളാണ് യേശുവിന്റെ നാമത്തിൽ. സഭചേർന്നാമേ സന്തോഷത്തോടെ. ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ലൈവ് സർവീസ് ഉണ്ടാവും. ഇവിടെ നിന്ന് അല്ല, നിങ്ങൾക്ക് കുറെ കൂടെ ചർച്ചിന്റെ മറ്റു മീറ്റിങ്ങുകൾ ഭാഗമാകണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. പ്രെയർ ലൈൻ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ചാൽ സൂമിന്റെ ID കിട്ടും. അങ്ങനെ സൂം മീറ്റിംഗിൽ കയറാൻ പറ്റും. എല്ലാ പ്രഭാതത്തിലും നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ വീണ്ടും ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കും. God bless you. Amen.